ഹലോ, ഞാൻ ഇന്ന് ക്ലൗഡ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മൾ ബട്ടർ പാനിലിട്ടിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മുട്ടായുടെ മഞ്ഞ മാത്രം എടുത്ത് ഉപ്പിട്ട് അടിച്ചതാണ് ഇടുന്നത്. ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. ആ സംഭവമാണ് ഇടുന്നത്. സോ അതിട്ടിട്ട് ഒന്ന് വട്ടത്തിലാക്കി കൊടുക്കണം. വട്ടത്തിൽ ആക്കുവാണ്. എല്ലായിടത്തോട്ടും സ്പ്രെഡ് ആക്കണം. നല്ല വട്ടത്തിൽ തന്നെ ഇരിക്കണം, എന്നാലേ നമുക്ക് സൂഫ്ല എന്നും പറയൂ കേട്ടോ. അപ്പോൾ അതായിട്ട് കിട്ടത്തുള്ളൂ. സോ ഇങ്ങനെ ഫുൾ വട്ടത്തിലാക്കി ഇനി ഇത് വേവാൻ വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് വല്ല ഇതൊന്ന് വേവിച്ച് ഈ മണ്ടക്കത്തി ഇതൊക്കെ ഒന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ വിസ്ക് ഇട്ട് അടിച്ച് ഇങ്ങനെ സോപ്പ് പോലെ പതപ്പിച്ചെടുത്ത മുട്ടയാണ്. സോ ഈ മുട്ട നമ്മൾ ഇതിലോട്ട് ഇടാൻ പോവാന്ന്. മുട്ടയുടെ വെള്ള ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നേ. ഇത് സ്മഡ്ജ് ചെയ്യാൻ നോക്കുവാണ്. ഇതുപോലെ ഒന്ന് പരത്തി സെറ്റാക്കുക. എന്നിട്ടിത് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഫ്ലെയിം അനുസരിച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം. സോ ഇതിനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാൻ നോക്കാം. അതിട്ട് പറ്റത്തിലോട്ട് വേറൊരു നമ്മളിങ്ങനെ ഒന്ന് പകുതിക്ക് വെച്ച് മടക്കുവാണ്. മടക്കാം. കൈ ദേഹത്ത് വന്ന് കയറില്ല. എന്നിട്ട് ഇതെടുക്കുമ്പോഴേ തടിത്തവി എടുക്കല്ലേ, നീ ഒരു കൈ സപ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, നല്ല പഞ്ഞി പോലെയുള്ളതാന്ന് തോന്നുന്നു. സോ നമുക്ക് ഇത് മുറിച്ച് നോക്കാം, ഇതിൻ്റെ അകത്തെ അവസ്ഥ എന്തുവാന്ന്. നമുക്കിതിപ്പോൾ ഇങ്ങോട്ടൊന്ന് വെക്കുവാണ് മുറിക്കാനുള്ള എളുപ്പത്തിന്. ചൂടായക്കൊണ്ട് കൈ വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുറിയായിരുന്നു.
സോ ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയുണ്ട്. ഇതാണ് നമുക്ക് നമ്മുടെ ഡിഷ്.